നമസ്കാരം മാഷേ. CM സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് നമ്മുടെ കേരളത്തെക്കുറിച്ച് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് പറഞ്ഞുകൊടുത്താലോ? തീർച്ചയായും ടീച്ചർ. ഒന്നുപോലും വിടാതെ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. എങ്കിൽ ആദ്യം തന്നെ പറയൂ മാഷേ, നമ്മുടെ കേരളം എന്നാണ് ഉണ്ടായത്? നമ്മുടെ കേരളം പിറന്നത് 1956 നവംബർ 1-നാണ്. രൂപീകരണ സമയത്ത് വെറും 5 ജില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത് 14 ജില്ലകളായി വളർന്നു. അതിലേറ്റവും അവസാനമുണ്ടായ ജില്ലയാണ് വടക്കേ അറ്റത്തെ കാസർഗോഡ്. ശരിയാണ്. നമ്മുടെ ഭരണതലസ്ഥാനം തിരുവനന്തപുരവും സാംസ്കാരിക തലസ്ഥാനം തൃശൂരുമാണ്. നമ്മുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്, അതായത് കൊച്ചിയിൽ. ഇനി കുട്ടികൾക്ക് ഭൂപ്രകൃതി മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞുകൊടുക്കാം. കടലിനോട് ചേർന്ന ഭാഗം തീരപ്രദേശം, മലയോട് ചേർന്ന ഭാഗം മലനാട്, ഇവ രണ്ടിനും ഇടയിലുള്ള ഭാഗം ഇടനാട്. നല്ല വഴി. മാഷേ, നമ്മുടെ നദികളുടെ കാര്യവും കുടുമുടിയുടെ കാര്യവും കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമോ? തീർച്ചയായും. ഏറ്റവും വലിയ നദി ഏതാണെന്ന് പഠിക്കാൻ തമിഴിലെ പെരിസ എന്ന വാക്ക് ഓർത്താൽ മതി. പെരിസ എന്നാൽ വലുത്, അപ്പോൾ വലിയ നദി പെരിയാർ. മിക്ക നദികളും പടിഞ്ഞാറോട്ടൊഴുകുമ്പോൾ കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. നമ്മുടെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. ശരിയാണ്. നമ്മുടെ ജില്ലകളുടെ പ്രത്യേകതകൾ നോക്കാം. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും രണ്ടാമത്തെ വലിയ ജില്ല പാലക്കാടുമാണ്. പാലക്കാടിനെയാണ് നമ്മൾ കേരളത്തിന്റെ നെല്ലറ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ജില്ലയോ ടീച്ചർ? അത് നമ്മുടെ ആലപ്പുഴയാണ്. മറ്റൊരു പ്രത്യേകത കൂടി ആലപ്പുഴയ്ക്കുണ്ട്. കേരളത്തിൽ വനമില്ലാത്ത ഒരേയൊരു ജില്ലയും ആലപ്പുഴയാണ്. മാഷേ, വയനാട് ജില്ലയെക്കുറിച്ച് കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? കർണാടകത്തോടും തമിഴ്നാടിനോടും അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. അവിടുത്തെ പക്ഷിപ്പാതാളം ഓർത്തിരിക്കാൻ ടീച്ചർ പറഞ്ഞ എളുപ്പവഴി ഉപയോഗിക്കാം. നമ്മുടെ വായ തുറന്നു നോക്കിയാൽ ഒരു പാതാളം പോലെ ഇരിക്കും. വായ എന്നാൽ വയനാട്, പാതാളം എന്നാൽ പക്ഷിപ്പാതാളം. അത്യുഗ്രൻ. ഇനി നമ്മുടെ ചിഹ്നങ്ങൾ വേഗത്തിലൊന്ന് പറഞ്ഞുപോയാലോ? കുട്ടികളെ ശ്രദ്ധിക്കൂ. സംസ്ഥാന മൃഗം ആന, പക്ഷി മലമുഴക്കി വേഴാമ്പൽ, മത്സ്യം കരിമീൻ, വൃക്ഷം തെങ്ങ്. ഒപ്പം ഈ 3 കാര്യങ്ങൾ കൂടി കുട്ടികൾ നോട്ട് ചെയ്തോളൂ. ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ ഡോക്ടർ സാലിം അലിയാണ്. ജാനുവരി 9 നമ്മൾ ദേശീയ പ്രവാസി ദിനമായി ആചരിക്കുന്നു. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉത്തരം നൽകാൻ കഴിയും. അതെ, എല്ലാവർക്കും പരീക്ഷയിൽ തിളക്കമാർന്ന വിജയാശംസകൾ നേരുന്നു.